ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേൾക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീക്ക് പ്രൊമോയായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് നാളെ വരാനിരിക്കുന്ന ആ ഒരു ഭയങ്കര സീനായിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷണലായിട്ടുള്ള സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. അതായത് നമ്മുടെ ഭൂമിജയ്ക്ക് തൻ്റെ അച്ഛനെ നഷ്ടപ്പെടുന്ന ആ നിമിഷമാണ്. അതായത് കടയിൽ നിന്ന് വന്ന സമയത്ത് ഭൂമി കാണുന്നത് വീട്ടുമുറ്റത്ത് മുഴുവൻ ആൾക്കാർ കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ പലരും പറയുന്നുണ്ട്, മോളെ അകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, മോളിപ്പോൾ അകത്തോട്ട് കയറണ്ട എന്നൊക്കെ പറയണ. പക്ഷേ ഭൂമി അതൊന്നും കാര്യമാക്കല്ല. എൻ്റെ അമ്മയും അച്ഛനും അകത്താണ്, അവർക്ക് എന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ. പക്ഷേ ആ സമയത്തേക്കാണ് നമ്മുടെ അജയ് ആ ഡോറെല്ലാം ചവിട്ടി പൊളിച്ച് അകത്തോട്ട് കയറുന്നത്. അവർ കയറുന്ന സമയത്ത് അവർ കാണുന്ന, അജയുടെ കണ്ണിൽ കാണുന്ന ഒരു സീനെന്ന് പറയുന്നത് നമ്മുടെ അംബിക അച്യുതൻ്റെ ദേഹത്ത് നിന്നും ആ കത്തി ഊരിയെടുക്കുന്ന രംഗമാണ്. അതായത് വീട്ടിലെ കത്തി തന്നെയാണത്. അതായത് ആ നമ്മുടെ അംബികയും അച്യുതനും ആ നാടകത്തിൻ്റെ, ശീലാവതി നാടകത്തിൻ്റെ ക്ലൈമാക്സ് രംഗത്തിൽ അംബിക അച്യുതനെ കൊല്ലാനായിട്ടാണല്ലോ ശ്രമിക്കുന്നത് ആ ഇതിൽ. അപ്പോൾ അത് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ നമ്മുടെ കമാൽ കയറി വരുന്നതും അംബികയുടെ കയ്യിൽ നിന്ന് ആ കത്തി മേടിച്ച് അച്യുതനെ തിരിഞ്ഞ് നിന്ന് അംബിക വീണപ്പോൾ അച്യുതൻ രക്ഷിക്കാൻ പോയപ്പം പുറകെ നിന്ന് കുത്തി വീഴ്ത്തണതും ഒക്കെ ആ സമയത്താണ്. അപ്പോൾ അതാണ്, വീട്ടിലെ കത്തിയാണ് അയാൾ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു വല്ലാത്ത ഇമോഷണൽ രീതിയിൽ പോവാണ്. അപ്പോൾ അജയ്ക്ക് പോലും ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല. അകത്ത് കയറി വരുന്ന നമ്മുടെ ഭൂമി കാണുന്നത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന തൻ്റെ അച്ഛനെയാണ്. ഭൂമിക്ക് ഒരു നിമിഷം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നോ എന്താണെന്നോ ഒന്നും ഒരു ഇത് കിട്ടുന്നില്ല. അമ്മ ഒരു മൂലയിൽ ഇങ്ങനെ, ഒരു റൂമിൽ തന്നെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അതും കയ്യിൽ ചോരയും കത്തിയും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനിടയിൽ ആരൊക്കെയോ പറയണം ഭൂമിയുടെ ചെവിയിൽ കേൾക്കുന്നുണ്ട്, ഭൂമിയുടെ അച്ഛനെ കൊന്നത് ഭൂമിയുടെ അമ്മ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട് ഇല്ല, ഒരിക്കലും ഇല്ല. എന്നിട്ട് ഭൂമി പോയി അച്ഛനെ കെട്ടിപ്പിടിക്കാൻ നോക്കണം. അപ്പോഴേക്കും ആംബുലൻസ് കൊണ്ടുവന്ന് അച്യുതൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയക്കുകയാണ്. ഭൂമിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ ഇതെന്താ നടക്കണം. ഞാൻ ഇന്ന് രാവിലെ കണ്ടിറങ്ങി എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്തിയെ, ഇവിടെ എന്തൊക്കെയാണ് നടക്കണത്, ഇന്നൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇതെന്താ സംഭവിച്ചത്, എൻ്റെ അച്ഛന് എന്ത് പറ്റി. ഭൂമിയുടെ ആകെ മൈൻഡ് അങ്ങ് പോവാണ്. എന്താ പറയണേന്നോ അല്ലെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നതെന്നോ ഒന്നും തന്നെ ഭൂമിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഭൂമി പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ആംബുലൻസ് കയറ്റി അച്യുതൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയി. ഈ സമയത്ത് പോലീസ് അതിൻ്റേതായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സത്യദാസ് അവിടെ ഉണ്ട്. അപ്പം അജയുടെ അടുത്ത് പറയുന്നുണ്ട്, അജയ് നീ വേണ്ടുന്ന പോലെ കാര്യങ്ങൾ ചെയ്യും, കാരണം അവർക്ക് ഏകദേശം ഇവിടുത്തെ സിറ്റുവേഷൻ എല്ലാം മനസ്സിലാക്കിയിട്ട് ഈ കൊലയുടെ പിന്നിൽ അംബികയാണെന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അപ്പം ഭൂമിയുടെ അമ്മയാണെന്നുള്ളൊരു പരിഗണന കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം പ്രൊസീജിയർ നീ ചെയ്യാനായിട്ട് സത്യദാസ് പറയണ. ശരി അമ്മാവെന്ന് പറഞ്ഞിട്ട് സത്യദാസ് കൂടെ വന്ന പോലീസുകാരുടെ അടുത്ത് പറഞ്ഞ് വിലങ്ങെടുത്തുകൊണ്ട് വന്ന് അംബികയെ വിലങ്ങെണീപ്പിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അപ്പം ഭൂമി ആ നിമിഷം തന്നെ ചാടി എഴുന്നേൽക്കുകയാണ്. ഇല്ല, എൻ്റെ അമ്മേനെ ഒന്നും നിങ്ങൾ ചെയ്യരുത്, എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്യില്ല, എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ ഒന്ന് നുള്ളിപ്പോലും വേദനിപ്പിക്കില്ല സാർ, എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭൂമി കാല് പിടിച്ച് പറയണം. അപ്പോഴേക്കും അജയ് ഭൂമിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഭൂമിയുടെ ബോധം പോലും പോവാണ് കേട്ടോ. കാരണം കരഞ്ഞ് ഭൂമിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ കുട്ടി അത് ഏത് രീതിയിൽ, തൻ്റെ അച്ഛനും നഷ്ടപ്പെട്ടു, തൻ്റെ അമ്മയും തനിക്ക് നഷ്ടപ്പെടുകയാണോ എന്നൊക്കെയുള്ള പല ചിന്തകൾ ഭൂമിയുടെ മനസ്സിൽ കയറി വരണം. എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് ഭൂമി എഴുന്നേറ്റ് വീണ്ടും ആ മൈൻഡ് ഓക്കെ ആയപ്പോൾ എഴുന്നേറ്റ് വെളിയിലോട്ട് ഓടുകയാണ്. തൻ്റെ അച്ഛനെ കൊണ്ടുപോയി, തൻ്റെ അമ്മയെ ജയിലിലോട്ട് കൊണ്ടുപോയി. എന്തൊക്കെയാണ് ഇവിടെ നടക്കണത്. ഭൂമി നിലവിളിച്ചുകൊണ്ട്, അലറി വിളിച്ചുകൊണ്ട്, ഒരു മഴയൊക്കെയാണ് കേട്ടോ. ആ സമയത്ത് ഭയങ്കര മഴയാണ്, ഭയങ്കര ശക്തമായ മഴ പെയ്യുന്നത്. ഭൂമി ആ സമയത്ത് നിലവിളിച്ചുകൊണ്ട് മുറ്റത്ത് കിടന്ന തൻ്റെ അച്ഛൻ്റെ ആ CC കാറിൻ്റെ അരികിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. തൻ്റെ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, തൻ്റെ അച്ഛൻ്റെ പ്രാണനെ പോലെ തൻ്റെ അച്ഛൻ സ്നേഹിച്ച തൻ്റെ കാറ്, അങ്ങനെ ഭൂമി ആ കാറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വാവിട്ട് നിലവിളിക്കാൻ കേട്ടോ. അത് കണ്ടു നിന്ന ആൾക്കാർ
വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, സത്യദാസിന് ഒട്ടുമേ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പോഴേക്കും നമ്മുടെ സൗഭാഗ്യ അമ്മയും സംഗീത അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സൗഭാഗ്യ അമ്മ ഭൂമിയെ സമാധാനിപ്പിച്ചിരുത്തിയിട്ട് പോവുകയാണ്. അപ്പോൾ സത്യയുടെ അടുത്ത് പറയുന്നുണ്ട്, മോനെ നീ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം, ഭൂമി ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലോട്ട് അവർ വരുന്നത് കേട്ടോ. സംഗീതയ്ക്കും മാധവനും ഒക്കെ ഭയങ്കര വിഷമമാവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പം ഭവാനി ചെല്ലുകയാണ്. ഭവാനിയെ കണ്ടപ്പോഴത്തേക്ക് സൗഭാഗ്യമ്മയൊക്കെ പറയുന്നുണ്ട്, ഇന്ന് ആ കുട്ടിയുടെ ഒരു ഫംഗ്ഷന് പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന്. ഭവാനിക്ക് ഇതിൽ കൂടുതൽ സന്തോഷം വല്ലതും വേണോ? കാരണം ഭവാനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഭവാനി ഏൽപ്പിച്ച ആളാണ് കമാലാണ് കൊല്ലുന്നത്. അപ്പോഴേക്കും കമാലിനെ വിളിച്ച് ഭവാനി കാര്യങ്ങളൊക്കെ തിരക്കിയാണ്. താൻ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തു അല്ലേ എന്ന രീതിയിൽ. അതേ മേഡം, ഞാൻ എല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ അവിടുത്തെ നീക്കുപോക്ക് അറിയാൻ വേണ്ടി ഭവാനി കാറും കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ ഭൂമി ഇങ്ങനെ നിലവിളിച്ച് ആ കാറിൽ കിടക്കണം. ഭൂമിനെ താങ്ങി കൊണ്ടുപോയി നമ്മുടെ സത്യദാസ് ഇരുത്തി ആ തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ്. ഇത് കണ്ട ഭവാനിക്ക് ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ സ്വന്തം മകളാണെന്ന് അറിഞ്ഞില്ല, എന്നിട്ട് കൂടി ഭൂമി ഇയാൾ ഇത്രയേറെ സ്നേഹിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ മകളാണെന്ന് അറിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണം. അപ്പം കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോണ ഒരു മട്ട, എന്ത് ചെയ്യണം എന്നുള്ളതെന്ന് അറിയില്ല. പക്ഷെ ഭവാനിക്ക് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് അപ്പം തോന്നുന്നതിന് കാരണം അച്യുതനെ മാത്രം കൊന്നാൽ മതി എന്നുള്ളതായിരുന്നു ഭവാനിയുടെ കണക്ക് കൂട്ടൽ. പക്ഷേ ഇനി എവളെയും ജീവനോടെ വെക്കുന്നത് ആപത്താണ്. അതുകൊണ്ട് എവളുടെ ജീവനും എടുക്കുന്നതാണ് നല്ലത്. കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ അച്യുതൻ മരിക്കുന്നതിന് മുന്നേ ചിലപ്പോൾ സ്വന്തം ഭാര്യയോട് സത്യങ്ങളൊക്കെ പറഞ്ഞാലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ ഇത് അറിഞ്ഞതുണ്ടെങ്കിൽ എവള് ജീവനോട് അഭിരാമി ജീവനോടെ ഇരിക്കുന്ന നല്ലതല്ല എന്നൊരു ചിന്ത വരെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ അംബികേനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കാര്യങ്ങളെല്ലാം അജയ് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അംബിക നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അംബിക പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് അത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ അച്യുതൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന സീനൊക്കെ ഭൂമി വല്ലാണ്ട് അങ്ങ് പകച്ചു പോവുകയാണ്. കാരണം ഇന്ന് രാവിലെ കൂടി, അതായത് പോകുന്നതിന് ടീ ഷോപ്പിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ഭൂമി ഇറങ്ങുമ്പോൾ അച്യുതനും നമ്മുടെ അംബികയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, എടി മോളെ ഒരു ഉമ്മ തന്നിട്ട് പോടി അച്ഛനെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ സമയത്ത് എൻ്റെ അച്ഛനൊരു ഉമ്മ പോലും ഞാൻ കൊടുത്തില്ല. അച്ഛൻ ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്, ഇന്ന് വന്ന ശേഷം എൻ്റെ അച്ഛനൊരു 1000 ഉമ്മയാണെങ്കിലും ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞാണ് പോയത്. ആ സമയത്തും നമ്മുടെ അച്യുതൻ നമ്മുടെ അംബികയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ചിലപ്പോൾ ഒരു ഉമ്മ തരാൻ എൻ്റെ മോൾക്ക് പറ്റാണ്ടായാലോ എന്നൊക്കെ ഉള്ള ചിന്തയാണ് കേട്ടോ. ഇതേ സമയം അംബിക ആ പോലീസ് സ്റ്റേഷനിലിരുന്ന് തൻ്റെ മനസ്സിൽ കുറേ വിങ്ങലോടെ ഇരിക്കുകയാണ്. എൻ്റെ അച്ചുവേട്ടൻ എനിക്ക് നഷ്ടമായി, എൻ്റെ അച്ചുവേട്ടൻ ഭയന്നതുപോലെ എൻ്റെ മകളെ ആ ഏൽപ്പിക്കേണ്ട കരങ്ങളിൽ ഏൽപ്പിക്കണം, ഇല്ലെങ്കിൽ എനിക്കിനി സമാധാനം ഉണ്ടാവില്ല. എൻ്റെ അച്ചുവേട്ടൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എൻ്റെ മകളെ അവളുടെ സ്വന്തം അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു പരിപാടി തന്നെ വെച്ചത്. അംബികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അംബികയ്ക്ക് നിലവിളിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോയി. മനസ്സ് ചത്ത് മരവിച്ചിരിക്കുന്ന പോലെയുള്ളൊരവസ്ഥ. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഭൂമിക്കും തരണം ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി കൊണ്ടുവന്ന ഭൂമി ആ അച്യുതൻ്റെ ആ ബോഡിയിൽ കരഞ്ഞ് കെട്ടിപ്പിടിച്ച് കൊണ്ട് ഒരു 1000 ഉമ്മ കൊടുക്കുകയാണ്. എൻ്റെ അച്ഛനൊരു ഉമ്മ കൊടുക്കാൻ എനിക്ക് ഇന്ന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടു നിന്ന് ആൾക്കാർ പോലും വിഷമിച്ച് പോകണം. ഭൂമിയുടെ കടയിൽ ലക്ഷ്മി ഏട്ടത്തിയും മറ്റു കുറേ ഭൂമിയെ അറിയാവുന്നവരൊക്കെ ഉണ്ടല്ലോ. സത്യദാസിനാണെങ്കിലും ഭയങ്കര വിഷമമായി പോവാണ്. കാരണം ഭൂമി അത്രയേറെ ഇഷ്ടമാണ്. അപ്പോൾ ആ അച്ഛൻ നഷ്ടപ്പെട്ടു പോയത് ഓർത്തിട്ട് എല്ലാവർക്കും ഭയങ്കര ഒരു സീനാണ്. ഭൂമിക്ക് ഈ ലോകത്തെ ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഭൂമിയുടെ അച്ഛനും അമ്മയാണ്. ആ കുട്ടി അത്രയേറെ അവർ സ്നേഹിക്കുന്നുണ്ട്, അവരെ കെയർ ചെയ്യുന്നുണ്ട്, അവരെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ആ അച്ഛൻ നഷ്ടപ്പെട്ടു പോയി എന്ന് ഓർക്കുമ്പോൾ അത് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമുള്ള ഒരു കേസാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സീനായിരുന്നു ഭൂമിയുടെ ആ ഒരവസ്ഥ. അപ്പം നമ്മുടെ അച്യുതൻ്റെ ആ ശവസംസ്കാര ക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അജയുടെ അടുത്ത് പറഞ്ഞ് ഭൂമി സ്പെഷ്യൽ ഒരു ഇതൊക്കെ എടുത്ത് അംബികേനെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ അജയുടെ റിസ്കിൽ അംബികേനെ വീട്ടിലോട്ട് നമ്മുടെ അച്യുതൻ്റെ ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. കാരണം അവസാനമായിട്ട് അംബികയ്ക്കാണെങ്കിലും ഒരു നിമിഷം അച്യുതനെ ഒന്ന് കാണണമല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഇമോഷനും കാര്യങ്ങളൊക്കെയാണ്
എപ്പിസോഡാണ് നമ്മുടെ ഇവർ വിവാഹിതരായാൽ പരമ്പരയിൽ നാളെ വരാനിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, ആരുടെ ഇരുണ്ട കൈകളാണ് എന്നുള്ളത് ഭൂമി തെളിയിച്ചെടുക്കുകയും ചെയ്യും. അതിനുള്ള തെളിവുകൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ വരും വിശേഷങ്ങളൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിലൂടെ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല, ഈ ഒരു ചാനലിൽ നമ്മൾ നാളെ മുതൽ പവിത്രം സീസൺ 2 നമ്മൾ ഇന്നൊരു ഇൻട്രോ ഇട്ടിട്ടുണ്ട്. നാളെ മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. ഒപ്പം തന്നെ നമ്മൾ ഈ ചാനലിൽ 3 പരമ്പരകളാണ്. കാറ്റത്തെ കിളിക്കൂട്, ഇവർ വിവാഹിതരായാൽ, നാളെ മുതൽ പവിത്രം സീസൺ 2. അപ്പം നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ.